അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ തസ്കിയ അതിൽ 3ാമത്തെ പാഠം അസ്വലാത്തുൽ ഖാശിഅ, ഭക്തി നിർഭരമായ നമസ്കാരം. നിസ്കാരം എന്നാ പറയാ, പറയുമ്പോൾ നമസ്കാരം അയക്കണ്. പാഠം വായിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം ഞാൻ അറബി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. كان عبد الله بن الزبير رضي الله عنهما طويل السجود فكان إذا سجد وقعت على ظهره العصافير. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമ ദീർഘനേരം സുജൂദ് ചെയ്യുന്നവരായിരുന്നു. അതിനാൽ അദ്ദേഹം സുജൂദിലായാൽ പക്ഷികൾ അദ്ദേഹത്തിൻ്റെ മുതുകിൽ വന്നിരിക്കാറുണ്ടായിരുന്നു. മനസ്സിലായല്ലോ. വഖാന യൗമ യുസല്ലി ഫസഖതത് ഹയ്യത്തും മിനസ് സഖഫ് ഫതവഖത് അലാ ബത്നി ബിനിഹി ഹാഷിം ഫസറഖത് നിസ്വതു വൻസഅജ അഹ്ലുൽ മൻസിൽ വഖതലുൽ ഹയ്യത വസല്ലമൽ വലദു. ഒരിക്കൽ അദ്ദേഹം നിസ്കരിക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് ഒരു പാമ്പ് വീഴുകയും അത് അദ്ദേഹത്തിൻ്റെ മകൻ ഹാഷിമിൻ്റെ വയറ്റിൽ ചുറ്റുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകൾ അലറുകയും വീട്ടുകാർ പരിഭ്രാന്തരാവുകയും ചെയ്തു. അവർ പാമ്പിനെ കൊല്ലുകയും കുട്ടി കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ വിശദീകരിക്കണില്ലേ, വീഡിയോ നോളൂ. فعلوا هذا كله وعبد الله بن الزبير رضي الله عنهما في الصلاة لم يلتفت ولا درى بما جرى حتى سلم. ഇതൊക്കെ അവർ ചെയ്തപ്പോഴും അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലായിരുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കുകയോ സലാം വീട്ടുന്നത് വരെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുകയോ ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞത് അവരുടെ നമസ്കാരത്തിൻ്റെ ഭക്തിയാണ് ആ പറഞ്ഞു കേട്ടോ. നമ്മളൊക്കെ ഒരു കൊതുക് അടിച്ചാൽ അറിയും അല്ലേ. ഇത് സ്വന്തം പേരൻ്റിനുള്ളിൽ പാമ്പ് ഇറങ്ങണ്, കുട്ടീൻ്റെ വയർമ ചുറ്റിന്, പെണ്ണുങ്ങൾ അച്ചിമ്പിളൊക്കെ ഉണ്ടാക്കണ്, ആൾക്കാർ കൂടണ്, പാമ്പിനെ തച്ചൊല്ലണ്, ഒന്നും നോക്കി അറിഞ്ഞിട്ടില്ല. സലാം വീട്ടിയപ്പോഴാണ് അറിയുന്നത്. അതാണ് ഹൃദയം. قال الإمام محمد بن രണ്ടാമത്തെ പാരഗ്രാഫ് قال الإمام محمد بن إسماعيل البخاري رحمه الله يصلي فلسعه زنبور مرات فلم يكترث به. ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ലാഹ്, നമ്മളെ സിഹാഹു സിത്തയിൽ പ്രബലമായ കിതാബാണ് സ്വഹീഹുൽ ബുഖാരി, അതിൻ്റെ രചയിതാവ് കേട്ടോ. ആ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ലാ എന്നവരെ 700 എഴുന്നേറ്റ് നമസ്കരിച്ചു. നിന്നിങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ ഒരു കടന്നൽ അദ്ദേഹത്തെ പല തവണ കുത്തി. എന്നാൽ അദ്ദേഹം അതിൽ ഒട്ടും ശ്രദ്ധിച്ചില്ല. കടന്നലിങ്ങനെ കുത്തന്നെ ബുഖാരി ഇമാമിൻ്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോയില്ല. വലം യതഹറക ഫഇന്നഹു യുനാജി റബ്ബഹ്. അദ്ദേഹം ഒട്ടും അനങ്ങിയില്ല, കാരണം അദ്ദേഹം തൻ്റെ റബ്ബിനോട് സംഭാഷണത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. فلما قضى صلاته قال انظروا أي شيء هذا الذي آذاني في صلاتي. അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കിയപ്പോൾ പറഞ്ഞു, എൻ്റെ നമസ്കാരത്തിൽ എന്നെ ഉപദ്രവിച്ച ഈ സാധനം എന്താണെന്ന് നോക്കൂ പടച്ചോനെ. فإذا الزنبور قد لسعه في 17 موضعا. ഇന്നാ ലില്ലാഹ്. അപ്പോൾ
നോക്കിയപ്പോൾ കടന്നൽ അദ്ദേഹത്തെ 17 സ്ഥലങ്ങളിൽ കുത്തിയിരുന്നു. 17 സ്ഥലത്ത് കുത്തി. കടന്നൽ കുത്തി എങ്ങനെയുണ്ട് അറിയാം നമുക്ക്. അതുമൂലം അദ്ദേഹത്തിന്റെ ശരീരം വീർത്തിരുന്നു, നീര് വന്നിരുന്നു. കടന്നൽ കുത്തി അങ്ങനെ മയച്ചു വരും കേട്ടോ. അല്ലാഹുവേ, ബുഖാരി ഇമാം അറിഞ്ഞില്ല. فقيل له لم لم تخرج من الصلاة أول ما لسعك. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ആ കടന്നൽ നിങ്ങൾ ആദ്യമായി കുത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല? ഒരു കുത്ത് കിട്ടിയില്ല, അപ്പം തന്നെ ഇപ്പോൾ റുക്കൂ നിസ്കാരം പൂർത്തിയാക്കി സലാം കിട്ടിക്കൂടായിരുന്നോ? 17 വട്ടം കുത്താൻ സമയം കൊടുക്കണോ കടന്നലിന്? അപ്പം എൻ്റെ മറുപടി പറഞ്ഞേ, ബുഖാരി ഇമാം പറഞ്ഞു, കുന്തു ഫീ സൂറത്തിൻ ഫഅഹ്ബബ്തു അൻ ഉത്തിമ്മഹാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സൂറത്തിലായിരുന്നു, അഥവാ സൂറത്ത് ഓതുകയായിരുന്നു, അത് പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇന്നാ ലില്ലാഹ്. മക്കളെ, നിസ്കാരം നിസ്കാരം നിസ്കാരം. മൂന്നാമത്തെ പാരഗ്രാഫ്. حكى الإمام عبد الله اليافعي رحمه الله في كتابه روض الرياحين عن أحد أهل المحبة أنه ظهرت برجله الآكلة. ഇമാം അബ്ദുല്ലാഹി യാഫി റഹിമഹുല്ലാ തൻ്റെ റൗദുർ റയാഹീൻ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിച്ചവരിൽ ഒരാളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്താണ്? അദ്ദേഹത്തിൻ്റെ കാലിൽ ക്യാൻസർ അഥവാ വ്രണം ഉണ്ടായിരുന്നു. വലിയൊരു മുറി കാലമുണ്ടായിരുന്നു. ക്യാൻസർ എന്നൊക്കെ പറയും ഇപ്പോഴത്തെ കാലത്ത്. അന്ന് പിന്നെ അങ്ങനത്തെ പേരൊന്നുമില്ലല്ലോ. അഥവാ മുറി ഉണങ്ങൂല, അതങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ വയ്യ എന്തുള്ളൂ, ആ മുറി ഇല്ലാത്തോർന്ന് മുറിച്ച് കളയുക. അല്ലാഹ് കാക്കണേ അല്ലാഹ്. فدخل عليه الحكماء وقالوا إن لم تقطع رجله مات. അയാളെ സന്ദർശിക്കാൻ വേണ്ടി ഡോക്ടർമാർ വന്നു, വൈദ്യന്മാർ പറഞ്ഞു, ഇയാളെ കാല് ഇപ്പം മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ, ആ ക്യാൻസറുള്ള വ്രണമുള്ള കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇയാൾ മരിക്കൂട്ടോ പഠിച്ചോനെ. അപ്പോൾ വൈദ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിക്കും. فقالت أمه دعوه حتى يدخل في الصلاة فإنه لا يحس بشيء إذا دخل فيها. അള്ളാഹുവിനെ സ്നേഹിച്ച മനുഷ്യൻ്റെ ഉമ്മ പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് പറഞ്ഞു, അദ്ദേഹം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കും. ഇപ്പൊ തന്നെ മുറിക്കല്ലോ മക്കളെ. നിസ്കാരം തുടങ്ങട്ടെ, കാത്തിരിക്കൂ. കാരണം നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ മകൻ ഒന്നും അറിയില്ല, അഥവാ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടില്ല. ഇനി ഒരു ഭാഗം തന്നെ മുറിച്ചു കൊണ്ടായാലും മൂപ്പര് അറിയില്ല. അത്രമാത്രം അള്ളാഹുവുമായി ഹൃദയം ലയിക്കുന്നു. ധരിപ്പിച്ചാൽ അറിയോ എന്തിയായിരുന്നു? നമ്മളെ ഹൃദയവുമായുള്ള ബന്ധം മുറിഞ്ഞു പോയില്ലേ? അതാണ് നിസ്കാരം. പടച്ച റബ്ബേ, അള്ളാഹുവുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ടപ്പോൾ അള്ളാഹ് എല്ലാത്തിനും മുഴുവത്തിൽ നിന്നും ശരീരത്തിൻ്റെ ശുഊർ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ അള്ളാഹ് എല്ലാത്തിൽ നിന്ന് ശ്രദ്ധ പോയി. പറയട്ടെ, ഫതറകൂഹു ഹത്താ ദഖല ഫീഹാ സുമ്മ ഖതഉ റിജ്ലഹു വലം യശ്ഉർ ബിദാലിക്. അങ്ങനെ അവർ അദ്ദേഹം നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ കാത്തിരുന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു. അപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞില്ല. അല്ലാഹ് കാക്കണേ. ഖാല ശാഇർ, ഒരു പാട്ടുകാരൻ പറഞ്ഞു, കവി പാടി. എന്താ പാടി? കവിൻ്റെ പാട്ട് വല്ലാത്ത പാട്ടാണ് കേട്ടോ. നമസ്കരിച്ചോ മോൾ? നമസ്കരിച്ചു. ഞാൻ നമസ്കരിക്കണം. ഒരു കാട്ടിക്കൂട്ടല്, ഒരു മോഡല് വുളൂ. പഠിച്ചതുപോലെയാണോ വുളൂ ചെയ്യാറുള്ളത്? വുളൂയിൽ അദ്കാറുകൾ കൊണ്ടുവരാറുണ്ടോ? നിയ്യത്തും മറ്റുള്ള കാര്യങ്ങളും പൂർണ്ണമാക്കലുണ്ടോ? മുഖം ഒക്കെ കഴുകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? കാലൊക്കെ കാലുകൊണ്ടാണോ കഴുകൽ, കൈ കൊണ്ടാണോ കഴുകൽ?
അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വുളൂ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നിസ്കരിക്കണം. സമയമെടുത്തുകൊണ്ട് സുന്നത്തുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്തിയോടെ നിസ്കരിക്കണം. അല്ലാണ്ട് നിസ്കാരം ഒരു ആഭാസമായിക്കൂടാ. കടമയ്ക്ക് വേണ്ടി ഉമ്മ ചോദിക്കും, ഉസ്താദ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ നിസ്കാരം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. കാരണം മരണപ്പെട്ടാൽ ഖിയാമത്ത് നാളിൽ ആദ്യം ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. നിസ്കാരം ക്ലിയർ ആണോ? രക്ഷപ്പെട്ടു. നിസ്കാരം ക്ലിയർ അല്ലെങ്കിൽ പോയി. അതുകൊണ്ട് മക്കളെ, നിസ്കരിക്കുമ്പോൾ എപ്പോഴും ബോധം വേണം, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. സുബഹ് നിസ്കരിക്കാൻ ഞാൻ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല എന്ന് ഇശായിൽ, സുബഹയിൽ ഞാൻ ളുഹർ നിസ്കരിക്കാൻ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. മരിക്കാൻ കാരണങ്ങൾ വേണ്ട കേട്ടോ. നമ്മളെ ക്ലാസ് അങ്ങ് നീണ്ടുപോകും. പറയട്ടെ, കവി പറയട്ടെ, തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ, മനസ്സാന്നിധ്യമില്ലാണ്ട് നീ നിസ്കരിക്കുന്നു ഇതുപോലെയുള്ള നിസ്കാരം കൊണ്ട്. യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി, നിസ്കരിക്കുന്നവൻ ശിക്ഷയ്ക്ക് അർഹനായിത്തീരുന്നു. കൂലിയല്ല, ശിക്ഷ കിട്ടുക. നിസ്കരിക്കണ എന്തിനാ? കൂലി കിട്ടാൻ. കിട്ടുന്നത് എന്താണ്? ശിക്ഷയാണ്. فويلك تدري من تناجيه معرضا وبين يدي من تنحني غير مخبتي. فويلك تدري من تناجيه معرضا, അതുകൊണ്ട് നിനക്ക് നാശമുണ്ട്. നീ അശ്രദ്ധവാനായി ആരോടാണോ സംവദിക്കുന്നത് എന്ന് നിനക്കറിയുമോ? നീ ശ്രദ്ധിക്കാണ്ട് അശ്രദ്ധവാനായി ആരോട് സംസാരിക്കുന്നു എന്ന് നിനക്കറിയുമോ? വബൈന യദയ്യ മൻ തൻഹനി ഗൈറ മുഖ്ബതി, ഭക്തിയില്ലാതെ ആരുടെ മുന്നിലാണോ നീ കുനിയുന്നത്? നിനക്കറിയുമോ? തുഖാതിബുഹു ഇയ്യാക നഅബുദു മുഖ്ബിലാ അലാ ഗൈരിഹി ഫീഹാ ലിഗൈരി ളറൂരതി. കവി പറയാണ്, തുഖാതിബുഹു ഇയ്യാക നഅബുദു മുഖ്ബിലാ അലാ ഗൈരിഹി, അല്ലാഹുവിനോട് നീ പറയാണ് ഇയ്യാക നഅബുദു, അവനോട് നീ പറയുന്നു ഇയ്യാക നഅബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് അഭിസംബോധനം ചെയ്യുന്നു. അതേസമയം നീ തിരിയുന്നു അലാ ഗൈരിഹി ഫീഹാ ലിഗൈരി ളറൂരത്തിൻ, ഒരാവശ്യവുമില്ലാണ്ട് നിസ്കാരത്തിൽ മറ്റുള്ളവരിലേക്ക് നീ തിരിയുന്നു. ഫാത്തിഹ ഓതുന്നുണ്ട്, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശ്രദ്ധ മറ്റൊരുത്തരെ കുറിച്ചാണ്, മറ്റൊരു വിഷയത്തിലാണ്. ആവശ്യം പോയിട്ടൊന്നുമില്ല, വെറുതെ ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് കവി പറയാണ്, എനിക്കൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ചങ്ങാതിയെ, എന്താണത്? വലൗ റദ്ദ മൻ നാജാക ലിൽഗൈരി തുർഫതൻ തമയ്യസ്ത മിൻ ഐബിൻ ഗൈളിൻ അലൈഹി വഗൈറതി. നിന്നോട് സംസാരിക്കുന്ന ഒരാൾ, നിന്നോട് സംവദിക്കുന്ന ഒരാൾ, നീ അല്ലാത്തതിലേക്ക് അവൻ്റെ ശ്രദ്ധയൊന്ന് തിരിച്ചാൽ തമയ്യസ്ത മിൻ ഗൈളിൻ അലൈഹി വഗൈറതി, അവൻ്റെ മേലുള്ള ദേഷ്യം കൊണ്ടും വെറുപ്പ് കൊണ്ടും നീ വേർപിരിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ കാര്യമായിട്ടൊരു കാര്യം ഒരാളോട് ഇങ്ങനെ പറയാണ്, അപ്പോൾ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കാണാൻ നമുക്ക് ദേഷ്യം പിടിക്കൂല. പോളാ
എന്നോട് സംസാരിക്കാൻ ഞാനല്ല, ശ്രദ്ധിക്കാത്തോനെ അങ്ങനത്തോനെ മറ്റോനെ മറിച്ചോനെ നമ്മൾ ഇറങ്ങിയത് പോകും അല്ലേ? പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ പോയി അവനോട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് നീ വേറെള്ളിലേക്ക് തിരിഞ്ഞു കാണാൻ നിനക്ക് ലജ്ജയില്ലേ ചങ്ങാതി? നീ പറയുന്ന കാര്യം ശ്രദ്ധിക്കാത്ത ഒരാൾ ഉണ്ടായാൽ അവനോടൊക്കെ വെറുപ്പാണ്, ദേഷ്യാണ് എന്ന് നീ ശ്രദ്ധയില്ലാത്ത പേരും പറഞ്ഞ് തിരിഞ്ഞു കളയാറില്ലേ? എന്നിട്ട് പറയാണ് അമാ തസ്തഈ മിൻ മാലികിൽ മുൽക്കി അയ്യറാ സുദൂദക അൻഹു യാ ഖലീലൽ മുറുഅതി അമാ തസ്തഈ നിനക്ക് ലജ്ജയില്ലേ? മിൻ മാലികിൽ മുൽക്കി അയ്യറാ രാജാതിരാജനായ അല്ലാഹ് കാണൽ, സുദൂദക അൻഹു അവനെ തൊട്ടുന്നുള്ളതിൻ്റെ ഈ തിരിയൽ, യാ ഖലീലൽ മുറുഅതി മനുഷ്യത്വം കുറഞ്ഞവനെ, നിന്നെപ്പറ്റി എങ്ങനെയാ മനുഷ്യന്ന് പറയാ? നന്ദിയില്ലാണ്ട് മനുഷ്യത്വം കുറഞ്ഞവനെ, അള്ളാനെ തൊട്ട് നീ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഈ ശ്രദ്ധക്കുറവ് അറിയുമ്പോൾ അറിയില്ലേ? നിനക്ക് ലജ്ജയില്ലേ? കവി വളരെ സുന്ദരമായി കവിത അർത്ഥത്തിലും ഉഷാറാണ്, പാടാനും ഉഷാറാണ്. അതുകൊണ്ട് ഇങ്ങനെ പാടണം, ഇത് പാടി പഠിക്കും വേണം, അതിന് യാതൊരു മടിയും വേണ്ട, നല്ല ഉഷാർ.